ഞാൻ അപ്പോഴും ഇപ്പോഴും ധരിക്കുന്ന അങ്ങനെ പ്രത്യേക ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞത് എന്താ വന്നതല്ല, ഞങ്ങളിവിടെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണ്. അതേപോലെ രാഷ്ട്രീയ കാര്യത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ല, ഞാൻ പോകുക, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ വളരെ താങ്ക്സ് പറഞ്ഞു. എന്നോട് പറഞ്ഞു കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം എന്ന് പറഞ്ഞ് പിരിഞ്ഞു. എന്നോടൊപ്പം തന്നെ ഇറങ്ങിയ അദ്ദേഹം. ഞാൻ പറഞ്ഞു രണ്ടോ രാഷ്ട്രീയ ബോധ്യം കാണില്ല പല കാര്യങ്ങളിലും അല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞതിൽ വിശ്വസിക്കുകയാണ്. അതുവഴി എന്നെ പരിചയപ്പെടാനും ഞാനൊരു പരിചയപ്പെടാൻ ഒരാൾ വന്നാൽ ഞാനതിനെ അത് വിശ്വസിക്കേണ്ട കാര്യം? എന്നോട് പറഞ്ഞ കാര്യങ്ങളെ എനിക്കുള്ളൂ. EP ജയരാജൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ. ഈ എല്ലാവരുമായും നല്ല സുഹൃത്ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയ ശിവനും പാപിയെ ഇടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്ക് തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഇതിൽ സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറും മുൻ മന്ത്രിയുമായ EP ജയരാജന് പോലും പാർട്ടിയെ മടുത്തു. അതുകൊണ്ടാണോ BJPയിൽ ചേരാൻ അദ്ദേഹം കരുനീക്കങ്ങൾ നടത്തിയത്? കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ തിരുവനന്തപുരത്ത് മകൻ്റെ ഫ്ലാറ്റിലെത്തി കൂടിക്കാഴ്ച നടത്തിയതായി EP ജയരാജൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു ആ സന്ദർശനം? എന്താണ് ഇരുവരും സംസാരിച്ചത്? ഈ കൂടിക്കാഴ്ചയെപ്പറ്റി ജയരാജൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തിനായിരുന്നു രഹസ്യ കൂടിക്കാഴ്ച? EPക്കെതിരെ പാർട്ടി നടപടിയുണ്ടാവുമോ? ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെയുള്ള അനുഭവമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ച സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഈ വിഷയം കത്തിപ്പടരും എന്നല്ലേ അനുമാനിക്കേണ്ടത്? BJP വക്താവ് സന്ദീപ് ജി വാര്യർ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്ക എന്നിവരാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അതിഥികളായി എത്തിയിരിക്കുന്നത്. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. സന്ദീപ്, EP ജയരാജനെ പോലൊരു നേതാവിൻ്റെ BJP പ്രവേശന ശ്രമം പുറത്തായത് പൊതു തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പൊട്ടിയ ഒരു ബോംബാണ് എന്നതിൽ തർക്കമില്ല. ജയരാജൻ്റെ ജാഗ്രതക്കുറവായി പിണറായി വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും CPMനെയും LDFനെയും ലാക്കാക്കിയുള്ള ആക്രമണമാണ് ഇതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട്. BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടെയായിരുന്നു കൂടിക്കാഴ്ചയെന്ന് K സുരേന്ദ്രനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ബോംബ് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമോ? CPM കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കാൻ ഇത് ഉപകരിച്ചിട്ടുണ്ടാവുമോ? അനിൽ, BJP ദേശീയ തലത്തിൽ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുമായി നിരന്തരം സംസാരിക്കുകയും അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരെ സ്ക്രൂട്ടിനി ചെയ്തുകൊണ്ട് വരാൻ താല്പര്യമുള്ളവരെ BJPയിൽ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്നതിൽ BJPയിൽ ചേർക്കുന്നതിൽ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ലാത്തവരെ ചേർക്കാറുമുണ്ട്. അതൊരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 16 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു, രാജ്യം ഭരിക്കുന്നു. സ്വാഭാവികമായിട്ടും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട് വലിയ തോതിൽ അവിടെ വിഷമങ്ങൾ അനുഭവിക്കുന്ന, അതിനാൽ രാജ്യത്തിന്റെ മുന്നേറ്റം നരേന്ദ്രമോദിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകൾ ഇപ്പോൾ BJPയിലേക്ക് ചേരാൻ തയ്യാറായി വരുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തുടനീളമുള്ള ഒരു ഫിനോമിനയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വരുന്ന ആളുകളെ അവരെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് ജനാധിപത്യപരമായി തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നത് അതൊരു കൊടിയ പാപമായി കണക്കാക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അത്തരത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ ഒരു ചർച്ചയും പാടില്ല, ആളുകളുമായി സംസാരിക്കാൻ പാടില്ല, ഇടപെടാൻ പാടില്ല എന്നൊക്കെയുള്ള നിർബന്ധ ബുദ്ധി ഉള്ളത് ഈ ഇടതുപക്ഷ രീതിയിൽ ചിന്തിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ ചിന്തിക്കുന്ന
ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി, ഒരൊറ്റ പ്രത്യയശാസ്ത്രം എന്ന് മാത്രം വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ളവരുടെ അവരുടെ ഒരു ചിന്താധാരയുടെ കുഴപ്പമാണത്. അതുകൊണ്ടാണല്ലോ ടി.പി. ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടപ്പോ 52 വെട്ടുവെട്ടി കൊല്ലാൻ അവർക്ക് തോന്നിയത്. അപ്പോ അതുപോലെ പാർട്ടി വിടുന്നവരെ നിഷ്കാസനം ചെയ്യുക, പാർട്ടി തങ്ങളുടെ പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയും ഈ ടെറനിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കുക, ഇതൊക്കെ CPM-ന്റേതായിട്ടുള്ള ശൈലിയാണ്. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ വളരെ ജനാധിപത്യ ബോധത്തോടു കൂടി ഇത്തരം കാര്യങ്ങളുമായി ഇടപെടുകയാണ് പതിവുള്ളത്. നോക്കിപ്പോ BJP വിട്ടിട്ട് ഒരുപാട് പേർ സമീപകാലത്ത് തന്നെ പല പാർട്ടികളിലേക്കും പോയിട്ടുണ്ട്. അവരിൽ ഒരാളുടെ പോലും ഒരു രോമത്തിന് പോലും ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ ആരും അവരെ വേട്ടയാടാൻ വേണ്ടി പുറകെ പോയിട്ടില്ലല്ലോ. പ്രസ്താവനകളുമായി അവരെ ആക്ഷേപിക്കാൻ നിന്നിട്ടില്ലല്ലോ. അവരുടെ മേൽ ഒരുപാട് പഴികളിട്ട്, നിരവധി കുറ്റകൃത്യങ്ങളിട്ട് അവരെ മോശക്കാരായി സമൂഹത്തിൽ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമവും ഞങ്ങൾ നടത്തിയിട്ടില്ലല്ലോ. ഇതെല്ലാം ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമാണ്. നമ്മളെ ഡെമോക്രസി ഒരു മെച്യൂരിറ്റിയിൽ എത്തുന്ന സമയത്ത്, ഒരു മെച്യൂർഡ് ഡെമോക്രസി ആവുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെയൊക്കെ മനസ്സ് തുറന്ന് അംഗീകരിക്കാനുള്ള ഒരു സന്നദ്ധത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കേണ്ടതാണ്. ഇവിടെ CPM-ലും കേരളത്തിന്റെ CPM കാരണം കേരളത്തിന്റെ പൊതുസമൂഹത്തിലും വിശിഷ്യ അത്തരം ഒരു തുറന്ന മനസ്ഥിതിയോടുകൂടി ഇത്തരം കാര്യങ്ങളെ സമീപിക്കാനുള്ള മനസ്ഥിതി കുറവുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ശ്രീ EP ജയരാജനാണെങ്കിലും അതല്ലെങ്കിൽ കോൺഗ്രസിലെ തന്നെ സമുന്നതരായിട്ടുള്ള പല നേതാക്കൾ, വിവിധ പാർട്ടിയിൽപ്പെട്ട നേതാക്കളൊക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളായി BJP-യുമായി അടുത്ത് സംസാരിക്കുകയും BJP-യിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് CPM-ലെ നേതാക്കന്മാർ മാത്രമല്ല, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ പലരും BJP-യുമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരുടെ എല്ലാം പേരുകൾ വിളിച്ചു പറയുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയല്ല. അത്തരം ജനാധിപത്യത്തിലെ നെറികേട് കാണിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ശ്രീമതി ശോഭാ സുരേന്ദ്രനെതിരെ, പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ശ്രീ അനിൽ ആന്റണിക്കെതിരെ ഒക്കെ ഈ കേരളത്തിലെ ND മുന്നണിക്കാർ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ഒരാളെ വാടകയ്ക്കെടുത്ത് നിരന്തരമായി ആക്ഷേപിക്കുകയും അവരുടെ ഇമേജിനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തുകയും ചെയ്തു. രാജ്യത്ത് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യരുത് എന്ന കൃത്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ടായിട്ടും ഒരു ദല്ലാൾ വന്ന്, വളരെ ഒരു ഷാഡോ ക്യാരക്ടർ വന്ന്, ഒരു ഷെയ്ഡി ക്യാരക്ടർ വന്ന് ശോഭാ സുരേന്ദ്രനെയും അതുപോലെ തന്നെ അനിൽ ആന്റണിയെയും ഒക്കെ നിരന്തരമായിട്ട് ആക്ഷേപിക്കുകയും അർത്ഥശൂന്യമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു പോന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഗതികെട്ടത്തിന് ശേഷമാണ് തിരിച്ചു പറയാൻ വേണ്ടി എന്താണ് യാഥാർത്ഥ്യമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം എന്നുള്ള നിലയ്ക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ചില കാര്യങ്ങൾ പറയേണ്ടി വന്നത്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അവര് പറഞ്ഞ കാര്യം 100% ശരിയുമാണ്. അപ്പോ അത്തരത്തിൽ ഈ കർട്ടന് പുറകിലിരുന്നു കൊണ്ട് BJP-ക്കെതിരെ ആക്ഷേപ ശരങ്ങൾ ചൊരിയുകയും ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളും BJP-യിലേക്ക് പോകില്ല എന്ന അഹങ്കാരത്തോടു കൂടി പറയുകയും ഞങ്ങളുടെ പാർട്ടി എന്തോ പ്രത്യേക പാർട്ടിയാണെന്നും ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകളൊക്കെ പ്രത്യേക ജനസിൽപ്പെട്ടവരാണെന്നും അവരാരും BJP-യിലേക്ക് പോകാൻ വേണ്ടി മനസ്സ് കാണിക്കില്ല എന്നൊക്കെയുള്ള ചില ആളുകളുടെ ബോധപൂർവമായിട്ടുള്ള ചില ഒരു ക്ലെയിമുകൾ ഉണ്ടായിരുന്നു. ആ ക്ലെയിമുകളൊക്കെ ഏറ്റ വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിട്ടത്. എല്ലാ പാർട്ടികളിൽ നിന്നും BJP-യിലേക്ക് ആളുകൾ വരാൻ തയ്യാറാണ്. പലപ്പോഴും സ്ക്രൂട്ടിനി ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത തരത്തിലുള്ള പശ്ചാത്തലമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തരാനില്ല. BJP-യിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് അവരുടെ ത്യാഗപൂർവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് സന്നദ്ധതയുണ്ടെങ്കിൽ മാത്രമേ BJP-യിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ കാര്യം വസ്തുതകൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ BJP-യിലേക്ക് വരാനും BJP-യുടെ പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കാനും ഞങ്ങളുടെ ആദർശ പദ്ധതിയെ പിന്തുടരാനും തയ്യാറുള്ളവർക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പല ആളുകളും വന്നിട്ടുണ്ട്, പല ആളുകളും സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പേരുകാരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനി കോൺഗ്രസിലെ തന്നെ പല പ്രമുഖ നേതാക്കന്മാരും ഇന്നും ഇന്നലെയുമായി ആക്ഷേപം ഉന്നയിക്കുന്ന പലരും ഈ കഴിഞ്ഞ മാസങ്ങളിൽ വരെ BJP-യുമായി സംസാരിച്ചവരുമാണ്. പക്ഷെ ആ പേരുകളൊക്കെ തുറന്നു പറയാൻ ഞങ്ങളുടെ മാന്യതയും ഞങ്ങളുടെ സംസ്കാരവും ഞങ്ങളുടെ ജനാധിപത്യ ബോധവും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഞങ്ങളെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആരും ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ BJP-ക്കാരെന്ന് ആക്ഷേപിക്കുന്ന CPM-നും LDF-നും ഏറ്റ കനത്ത ആഘാതമല്ലേ ഇത്? ഇപ്പോൾ EP ജയരാജൻ്റെ പേര് പറയാൻ നിർബന്ധിക്കപ്പെട്ട ആ സാഹചര്യം സന്ദീപ് വാര്യർ ഇവിടെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ EP പറഞ്ഞത് പ്രകാശ് ജാവ്ദേക്കർ തന്നെ കാണാൻ വേണ്ടി ഫ്ലാറ്റിലോട്ട് വന്നു എന്നുള്ളതാണ്, തന്നെ പരിചയപ്പെടാൻ വേണ്ടി ഫ്ലാറ്റിലോട്ട് വന്നു എന്നതാണ്. അങ്ങനെ ആണോ അതിനെ എടുക്കേണ്ടത്, സമീപിക്കേണ്ടത്? അത് ശരിയാണോ? എന്തായാലും കൂടിക്കാഴ്ച നടന്നു.
അതിന് പിന്നിലുള്ള ആ ഒരു ചേതോവികാരം അതെല്ലാം കൃത്യമായി ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി എന്താണ് സംശയിക്കേണ്ടത്? ഇ പി ജയരാജനെ പോലുള്ള ഒരു നേതാവിനും ഈ പാർട്ടി മടുത്തു എന്നാണോ? ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും LDF-ന്റെ കൺവീനർ എന്ന നിലയിലും പാർട്ടി രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായും അദ്ദേഹം മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ മനുഷ്യർക്കും ഒരു മനുഷ്യൻ സ്ഥിതപ്രജ്ഞനായിട്ട് തുടരും എന്ന് നമുക്ക് അങ്ങനെ കരുതാനാവില്ലല്ലോ. മനുഷ്യർക്ക് ഒരു വലിയ ദൗർബല്യങ്ങൾ, മോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെയാണ്. സ്വാഭാവിക EP-ക്ക് ഏതെങ്കിലും തരത്തിൽ മോഹഭംഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ആ ഘട്ടത്തിൽ ജാഗ്രത കുറവോടുകൂടി എന്തെങ്കിലും ചാഞ്ചാട്ടം അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഈ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ സ്വാഭാവികമായും അതൊരു വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലേക്ക് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. EP അതിനെ തുറന്നു പറഞ്ഞു. രണ്ട് പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്പരം പരിചയപ്പെടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. നമുക്കിപ്പോ EP പറഞ്ഞിടത്ത് മാത്രം നിർത്തിക്കൊണ്ട് അങ്ങനെ മാത്രമേ ഉൾക്കൊള്ളാനാവുകയുള്ളൂ. വരും ദിവസങ്ങളിൽ അദ്ദേഹം എന്തെങ്കിലും അങ്ങനെ തീരുമാനമെടുക്കുമായിരുന്നെങ്കിൽ LDF-ന്റെ കൺവീനർ സ്ഥാനം തുറന്നുകൊണ്ട് പോകും എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല CPIM-നെ സംബന്ധിച്ചും അതിന്റെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരെ സംബന്ധിച്ചും അനുഭാവികളെ സംബന്ധിച്ചും എന്നെ പോലുള്ള ആളുകളെ സംബന്ധിച്ചും ഒക്കെ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഈ പാർട്ടിയെ കാണുന്നതിന്റെ ഒരു സാഹചര്യം കൂടി ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന്, സഖാവ് MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കുന്നു. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ എല്ലാവരും മാധ്യമങ്ങൾ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ മരണത്തിനെ തുടർന്ന് മാധ്യമങ്ങളടക്കം പറഞ്ഞ പേര് എന്ന് പറയുന്നത് EP ജയരാജൻ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് വരും എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും തന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഞങ്ങളെപ്പോലുള്ള സാധാരണ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഈ പാർട്ടിയിൽ. അങ്ങനെ ഒന്നും ഈ പാർട്ടിയെ ഇങ്ങനെ അവമതിപ്പോടുകൂടി ആക്രമിച്ച് ആർക്കും കീഴ്പ്പെടുത്താനാവില്ല, നശിപ്പിക്കാനാവില്ല. അതിന്റെ തിരിച്ചറിവ് കൂടിയായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്ററുടെ സെക്രട്ടറി സ്ഥാനം എന്ന് പറയുന്നത്. EP-യെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പല ഘട്ടങ്ങളിലും ജാഗ്രത കുറവ് കാണിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെ നിഷ്കളങ്കൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത ചിലർ ദൗർബല്യമായി ഉപയോഗിക്കാറുണ്ട്. ആ ദൗർബല്യമായി ഉപയോഗിക്കുന്ന തരത്തിൽ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ ഉടമസ്ഥനെന്നും അല്ലെങ്കിൽ ഷേഡി ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ ആയിട്ടുള്ള അടുപ്പവും അദ്ദേഹത്തെ ഇത്തരത്തിൽ അപകടകരമാകുന്ന ഘട്ടത്തിലേക്ക്, രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ ഷെയ്ഡി ക്യാരക്ടേഴ്സുമായിട്ട് യാതൊരു കാരണവശാലും സംസർഗം പാടില്ല, സഹവാസം പാടില്ല, അവരുമായിട്ട് ഇടപഴകരുത് എന്നൊക്കെ വളരെ ചിട്ടയായിട്ടുള്ള പാർട്ടി നിർദ്ദേശങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയ EP ജയരാജനെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അതില് ഇപ്പോ വെറുക്കപ്പെട്ടവരുമായിട്ടുള്ള കൂട്ടുകെട്ട്, ചങ്ങാത്തം എന്ന് പറയുന്നത് എന്ന് സഖാവ് പിണറായി വിജയൻ തന്നെ പറഞ്ഞതുപോലെ ശിവൻ പാപിയോടൊപ്പം നിന്നാൽ പാപിയെ ചുമന്നാൽ സ്വാഭാവികമായും ശിവനും ആ പാപത്തിന്റെ ഭാരം ചുമക്കേണ്ടി വരും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇക്കാര്യത്തിൽ അതിനൊരു മറുപടി പറയേണ്ടത്. കാരണം മാത്രമല്ല, പാർട്ടി ഇക്കാര്യത്തിൽ വളരെ ഞാൻ ഗൗരവമായി തന്നെ ഇക്കാര്യത്തെ സമീപിക്കുന്നു. പാർട്ടി ഇക്കാര്യത്തിൽ പാർട്ടിയുടെ അറിവില്ലാതെയാണ് പാർട്ടിയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി. അല്ല, പക്ഷേ അഡ്വക്കേറ്റ് അസ്ക അവിടെയാണ് പ്രശ്നം. അതായത് EP ജയരാജന് കൃത്യമായിട്ട് അറിയാം തനിക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു ജാഗ്രത കുറവ് സംഭവിച്ചു എന്ന്. പക്ഷെ പിണറായിയുടെ കാര്യം നോക്കൂ. ഇത്തരം ഷെയ്ഡി ക്യാരക്ടേഴ്സുമായിട്ട് ആദ്യമേ ഡീലിങ്ങിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയല്ലേ നമ്മുടെ പിണറായി വിജയൻ. അത് വിളിച്ചു പറഞ്ഞതാരാ? ഷെയ്ഡി ക്യാരക്ടർ എന്ന ഫാരിസ് അബൂബക്കറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ അത്തരത്തിലൊരു പരാമർശം ഉണ്ടായതാ VS അച്യുതാനന്ദൻ്റെ ഭാഗത്തു നിന്നാണ് അല്ലേ? അതിനുശേഷം നോക്കി കരിമണൽ കർത്ത ഒരുപാട് പേരുമായിട്ട് ഷെയ്ഡി ഡീലിങ്സ് ഉണ്ട്. അപ്പോൾ തനിക്കെതിരെ മാത്രം നടപടിയെടുക്കാൻ പറ്റില്ല എന്ന ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കില്ലേ ഇങ്ങനെയുള്ള ആളുകളുമായി ചങ്ങാത്തം ഉണ്ടാക്കിയത്? അപ്പോൾ പിണറായിക്ക് എങ്ങനെ വിമർശിക്കാൻ പറ്റും? അങ്ങനെയല്ല. നിങ്ങൾ കരുതുന്നത് പാർട്ടി ഒരു കേന്ദ്രീകൃത ജനാധിപത്യ പ്രക്രിയയിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ കേന്ദ്രീകൃത ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് സഖാവ് പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ്. പാർട്ടി ഒരു വലിയ ആശയപരമായ അഭിപ്രായങ്ങൾ പറയേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത്തരം ആളുകളെ ഷെയ്ഡി ക്യാരക്ടേഴ്സുമായി ബന്ധമുണ്ട് എങ്കിൽ സ്വാഭാവികമായും പാർട്ടി നടപടിയെടുക്കും, ഒരു സംശയം വേണ്ട. നമുക്കറിയാലോ KR ഗൗരിയമ്മയെ പോലുള്ള
CPM-ന്റെ തലമുതിർന്ന നേതാവിനെതിരെ നടപടിയെടുത്ത പാരമ്പര്യമുള്ള പാർട്ടിയാണ്. സഖാവ് EMS-നെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. സാക്ഷാൽ സഖാവ് VS അച്യുതാനന്ദനെതിരെ നടപടിയെടുത്തിട്ടുള്ള പാർട്ടിയാണ്. ഈ പാർട്ടിയെ പക്ഷെ സംബന്ധിച്ച് അന്ന് നടപടി ഉണ്ടായത് ഇത്തരം ഷെയ്ഡി ക്യാരക്ടേഴ്സുമായി ബന്ധപ്പെട്ടു എന്ന അല്ല, അതിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ. അല്ലല്ലോ, ഒരിക്കലല്ല. സംഘടനാ മാത്രമല്ല, നെല്ലാൽ നന്ദകുമാറുമായിട്ട് EP ജയരാജന് ഉള്ള ബന്ധം അത് ആദ്യമായിട്ടല്ലല്ലോ. നേരത്തെയും ഒരേ വേദിയിൽ ഇവരെ കണ്ടിട്ടുണ്ട്. അന്നും ഇതേപോലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അന്നും അത്തരം ആക്ഷേപങ്ങളെ തള്ളിക്കളഞ്ഞു. പക്ഷേ ഇത്തരം ആളുകളുമായിട്ടാണ് കൂട്ടുകൂടി നടക്കുന്നത്. അതും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ മന്ത്രി, ഇടതുമുന്നണിയെ നയിക്കുന്ന കൺവീനർ. അപ്പോൾ അതിനെ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടതല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഇതിനെ സമീപിക്കുമെന്ന് തന്നെയാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അദ്ദേഹം പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഘടകത്തിലാണ് അഭിപ്രായം പറയേണ്ടത്. സ്വാഭാവികമായും ആ ഘടകത്തിൽ അദ്ദേഹം അഭിപ്രായം പറയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ജനകീയ പിന്തുണയുള്ള VS-നെ പോലുള്ള ഒരു നേതാവിനെതിരെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് നടപടി നേരിടേണ്ടി വന്നു. അപ്പോ അതിനേക്കാൾ KR ഗൗരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. MVR-നെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായും അങ്ങനെ ഈ സംസ്ഥാനത്തെ വളരെ ജനകീയ വേരോട്ടം ഉണ്ടായിരുന്ന നേതാക്കന്മാരെ വരെ പുറത്താക്കുന്ന സാഹചര്യം, പാർട്ടി നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യം പാർട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഞാൻ വീണ്ടും പറയുകയാണ്, അത് ആശയപരമായ തർക്കമായിരുന്നു, ആശയപരമായ ഭിന്നതയായിരുന്നു അന്ന്. പക്ഷെ ഇതങ്ങനെയല്ല, ഇതിനെ അങ്ങനെയല്ല കാണാൻ പറ്റുന്നത്. പലരും ആരോപിക്കുന്ന CPM ഇത്തരം ശക്തികളുടെ കൈകളിലാണ്, പാർട്ടി ഇത്തരം ആളുകളുടെ കൈകളിലാണ്. പിണറായിയെ പോലുള്ളവർ പോലും അവർക്ക് പോലും ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ജയരാജൻ ഈ നന്ദകുമാറുമായിട്ട് കൂട്ടുകൂടിയത്, അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി വിട്ട് മറ്റൊരു പാളയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്, അതിന് സന്നദ്ധമായത്, അത് വലിയൊരു അപരാധമായിട്ട് കാണാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പിണറായിക്കെതിരെ നടപടിയെടുക്കേണ്ടതല്ലേ? ഇതില് കാണേണ്ടത് ചടയൻ ഗോവിന്ദന്റെ ജീവിതചര്യയുള്ള കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടിയിൽ ഉള്ളതാണ്. അപ്പോ ചടയൻ ഗോവിന്ദൻ, അദ്ദേഹത്തിന് ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചാണ്, അദ്ദേഹത്തിന്റെ മകന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് ആക്ഷേപം വന്നപ്പോ അദ്ദേഹത്തിന് ദേശാഭിമാനിയിൽ ഒരു തൊഴിൽ കൊടുക്കുകയും അതിൽ പാർട്ടിക്കുള്ളിൽ ആക്ഷേപം പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ആ മകനോട് തൊഴിൽ രാജിവെച്ച് തിരിച്ചു വീട്ടിൽ വരാൻ പറയുകയും ഇപ്പോ അദ്ദേഹം ഒരു ഹോട്ടൽ നടത്തി ജീവിക്കുകയുമാണ്. അപ്പൊ സ്വാഭാവികമായും വളരെ സാധാരണ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ചടയൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി പാർട്ടി നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് അദ്ദേഹം ജീവിതാവസാനം വരെ താമസിച്ചിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഈ പാർട്ടിയെ നയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ പാർട്ടിക്കുള്ളിൽ അത്തരം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ട്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ടെങ്കിൽ സ്വാഭാവികമായും കാലം അവരെ പാർട്ടി ഉണ്ടാവില്ല കേരളത്തില്. എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. ചടയൻ ഗോവിന്ദനെ പോലുള്ള ആരെങ്കിലും ഒന്ന് കാണിച്ചതാ താങ്കൾ? അങ്ങ് പാർട്ടിയുടെ സംസ്ഥാന സമിതി മുതൽ താഴെ ബ്രാഞ്ച് കമ്മിറ്റി വരെ പരിശോധിച്ചാൽ ജീവിതം സുതാര്യവും വിശുദ്ധവുമായി കൊണ്ടു നടക്കുന്ന പ്രവർത്തകരായിട്ടുള്ള CPM-കാരെ നിരവധി വരെ എണ്ണി നിർത്താൻ കഴിയും. അതിൽ അങ്ങനെ ഒരാൾ ആക്ഷേപം പറയുമ്പോൾ സ്വാഭാവികമായും എപ്പോഴും നമുക്ക് മാവുള്ള മാങ്ങയിലെ കല്ലെറിയാൻ തോന്നും. അപ്പൊ അങ്ങനെ വലിയ നേതാക്കന്മാരെ ആക്രമിച്ച് സഖാവ് പിണറായി പോലുള്ള മുതിർന്ന നേതാക്കന്മാരെ ആക്രമിച്ച് ഈ പാർട്ടിയെ കീഴ്പ്പെടുത്താമെന്ന വ്യാമോഹം വേണ്ട. ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി കേഡർമാർ ഇത്തരം ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷെ എന്തായാലും ആത്യന്തികമായി പൂച്ച പുറത്തായില്ലേ? ഈ BJP-യോട് RSS-നോടൊക്കെ അയിത്തം, ഞങ്ങൾ ആ ഭാഗത്തോട്ടേക്ക് നോക്കില്ല എന്ന് പറഞ്ഞവർ, അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ആശയവിനിമയം നടത്തിയത്, ചർച്ച നടത്തിയത്. ഇന്നിപ്പോൾ പച്ചക്കള്ളം പറയുകയാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? അല്ല, അദ്ദേഹം അങ്ങനെ ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് തന്നെ ജയരാജന്റെ ബോഡി ലാംഗ്വേജ് താങ്കൾ ഒന്ന് പരിശോധിക്കൂ. ജയരാജൻ പെട്ടിരിക്കുകയാണ്. അല്ല, ഈ ഒരു തരത്തിൽ അങ്ങനെ അദ്ദേഹം പെട്ടു അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി എന്നൊന്നും നമുക്ക് കരുതാനാവില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി. EP അദ്ദേഹം ഈ മീറ്റിങ്ങിനെ സംബന്ധിച്ച്, ആ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച്
അദ്ദേഹത്തിന്റെ അന്ന് നടന്നത് എന്താണെന്ന് പറഞ്ഞു. ആ തൽക്കാലം അത് വിശ്വസിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അഡ്വക്കേറ്റ് അസ്കർ, അങ്ങനെയാണ് പിണറായി എന്താ പറഞ്ഞത്? ജാഗ്രത കുറവ് സംഭവിച്ചു എന്ന് പറഞ്ഞല്ലോ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ എന്താ, ഇതിനു മുമ്പും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇത്തരക്കാരുമായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കുന്ന ഒരാളാണ്, ഒരു നേതാവാണ് EP എന്നറിയാമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നോക്കൂ, ഇത് ചേർത്ത് വായിക്കുമ്പോൾ നോക്കൂ എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട്. നമ്മൾ അങ്ങനെ ഒരു അസംഷനിലേക്ക് എത്താൻ പാടില്ല അനിൽ നമ്പ്യാർ. അങ്ങേക്ക് ഒരുപക്ഷെ എന്നേക്കാൾ നല്ലതുപോലെ EP അടുത്തറിയാവുന്ന വ്യക്തിയാണ്. സോ EP പോലൊരു നിഷ്കളങ്കനായ മനുഷ്യനെ വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ജാഗ്രത കുറവുകൾ ഉണ്ടാവാറുണ്ട്. ദീർഘകാലമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അങ്ങനെ അത്തരം ജാഗ്രത കുറവുകളിലേക്ക് ചെന്നുപെടാൻ പാടില്ലാത്ത വ്യക്തിയാണ്. അപ്പൊ സ്വാഭാവികമായും ഞാൻ നിഷ്കളങ്കനാണ്, അതുകൊണ്ട് എനിക്കെതിരെ നടപടി എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കർക്കെതിരെ നടപടി എടുക്കരുതെന്ന് പാർട്ടിയുടെ ഭരണഘടനയിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, തെറ്റ് ചെയ്യപ്പെട്ടു. സ്വാഭാവികമായും ആ തെറ്റിന്റെ ആധിക്യം അനുസരിച്ച് പാർട്ടി നടപടിയെടുക്കാറുണ്ട്. അങ്ങനെ നടപടിയെടുത്ത ചരിത്രം ഈ പാർട്ടിക്കുണ്ട്. ഐഫോൺ കൈവശം വെച്ചതിന് പഴയൊരു MPക്കെതിരെ നടപടിയെടുത്ത പാർട്ടിയാണ് ഐഫോൺ കൈവശം വെച്ചതിന്. അതെ, ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മോൺ ബ്ലാക്ക് ഉപയോഗിക്കുന്നതിനും ഐഫോൺ ഉപയോഗിച്ചതിനും ഒരു MP ആയിരുന്ന മുൻ SFI നേതാവിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അത് വളരെ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ പിണറായിയെയും EP-യെയും പോലുള്ളവരെ എന്നേ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അഡ്വക്കേറ്റ് അസ്കർ, ഞാൻ വരാം. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇവിടെ EP ജയരാജനുമായിട്ട് മാത്രമല്ല ആശയവിനിമയം നടത്തിയത്, നിങ്ങളുടെ സമുന്നതരായ നേതാക്കന്മാരുമായിട്ട് പോലും ആശയവിനിമയം നടത്തി. മാത്രമല്ല ഏറെക്കുറെ ഒരു ധാരണയും ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അല്ലേ, ഞാൻ ഇതിനെ കാണുന്നത് ഒരു കാലത്തിന്റെ കാവ്യനീതിയായിട്ടാണ്. അത് വേറൊന്നുമല്ല, ബഹുമാന്യായ സുധാകരൻ KPCCയുടെ അധ്യക്ഷനായ പിറ്റേ ദിവസം മുതൽ വളരെ വ്യാപകമായ രീതിയിൽ CPM ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമാണ് സുധാകരൻ ഇതാ BJPയിലേക്ക് പോകുന്നു, BJPയിലേക്ക് പോകുന്നു എന്ന വ്യാപകമായൊരു പ്രചരണം. അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങളിൽ നടത്തിയെടുത്ത ചില വാക്കുകൾ അത് വളരെ കൗതുകകരമായിട്ടാണ്. അപ്പം ആരോ ഒരു പത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇങ്ങനെ BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് തോന്നുന്നു എനിക്ക് BJPയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോകും, അതിന് ആരുടെയും ചീട്ടോ അധികാരമോ ഒന്നും വേണ്ട, എനിക്കങ്ങനെ തോന്നുകയാണ് എങ്കിൽ ഐ വിൽ ഗോ ടു BJP. അപ്പം ആ തോന്നുകയാണ് എന്നുള്ളതിന്റെ ഭാഗം വരെയുള്ളത് അടർത്തി മാറ്റിയതിന് ശേഷം നമ്മുടെ അഡ്വക്കേറ്റ് അനിൽകുമാറിനെ പോലുള്ള ആളുകളും ഹസ്കർ ഏതായാലും അത്രയും അങ്ങ് കടത്തി പറയാറില്ല. ഇവർ വന്ന് പറയുന്നത് ഐ വിൽ ഗോ ടു BJP എന്ന് സുധാകരൻ പ്രസ്താവിച്ചിരിക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞത് മുമ്പ് അദ്ദേഹം സംഘടനാ കോൺഗ്രസിലും, അദ്ദേഹം യഥാർത്ഥത്തിൽ കോൺഗ്രസിലേക്ക് വരുന്നത് ഒരു 80കളുടെ പകുതിയിലാണ്. അതിനു മുമ്പ് അദ്ദേഹം സംഘടനാ കോൺഗ്രസിന് ശേഷം ജനതാ പാർട്ടിയിലെ ഗോപാലൻ വിഭാഗം, പിന്നെ കമലടത്തിയുടെ കൂടെ കമലം വിഭാഗം ഒക്കെ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പൊതുജീവിതം ഉണ്ടായിരുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ എന്തോ RSSന്റെ ശാഖയ്ക്ക് സംരക്ഷണം കൊടുത്തു. ഇത് എത്ര കാലം മുമ്പുള്ള കഥയാ, 50-60 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നയാളാണ്, കാവൽ കൊടുക്കുന്നയാളാണ് എന്ന് പറഞ്ഞ് എത്രയോ മ്ലേച്ഛമായ രീതിയിലുള്ള അധിക്ഷേപമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഈ മതന്യൂനപക്ഷങ്ങളൊക്കെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ സുധാകരനെതിരെ ഇവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും നിന്ദ്യമായ ഒരു പ്രചരണമായിരുന്നു. ഏതായാലും ഈ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഇപ്പൊ അവർക്ക് എന്താ മറുപടി പറയാനുള്ളത്? ഹസ്കറിനെ പോലുള്ള ആളുകൾ എത്ര നിഷ്കളങ്കമായിട്ടാണ് ഇവിടെ വന്ന് പറയുന്നത്. ഞാൻ ബഹുമാന്യ ഹസ്കറിനോട് വിനയപുരസരം ചോദിക്കുന്നു, ആരോടാണ് അദ്ദേഹം ചർച്ച നടത്തിയത്? പ്രകാശ് ജാവദേക്കർ, BJPയുടെ കേരള പ്രഭരി, അദ്ദേഹം എന്താ പറഞ്ഞ EP ജയരാജന്റെ മകന്റെ വീട്ടില് നമ്മൾ വോട്ട് ചോദിക്കാനായിട്ട് ഇപ്പൊ ഞാനും സന്ദീപും അസ്കറും ഒക്കെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ അതാരുടെ വീട്? അത് BJPക്കാരൻ, നമ്മൾ കയറിയിട്ട് പോകാം. അതാരുടെ? കോൺഗ്രസ്സുകാരന്റെ വീട്, അല്ലെങ്കിൽ ഇത് CPMകാരന്റെ വീട്. നമ്മളെല്ലാ വീടുകളിൽ കൂടെ കയറി പോകുന്ന പോലെ അങ്ങനെ ഒരു യാദൃശികമായിട്ടുണ്ടായ ഒരു സന്ദർശനമാണോ ഈ പ്രകാശ് ജാവദേക്കർ EP ജയരാജന്റെ മകന്റെ വീട്ടിൽ ചെന്നിരിക്കുക? അത് വളരെ കൃത്യമായിട്ടുള്ള ചില ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ്. അതിന്റെ കാരണം അത് ഭംഗ്യം തരേണ ശ്രീ ഹസ്കർ ഇവിടെ സൂചിപ്പിച്ചതാണ്. നമുക്കറിയാം, ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകും എന്ന്
പത്രങ്ങളും മാധ്യമവുമല്ല സ്വയം വിശേഷിപ്പിച്ച ഒരാളാണ് CP ജയരാജൻ. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അത് തന്നെയല്ല, കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്ന് ചില പ്രത്യേക കാരണത്താൽ അദ്ദേഹത്തിന് പുറത്താകേണ്ടി വന്നു. അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷവും ഒക്കെയുള്ള ഒരാള് എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകും എന്ന് പൊതുസമൂഹം മുഴുവൻ ധരിച്ചതാണ്. പക്ഷേ ഇപ്പൊ ഹസ്കർ ചടയൻകോവിന്ദിന്റെ ഒക്കെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ CPM-നകത്ത് നടക്കുന്നത് എന്താണ്? 35 കോടി രൂപ മുതൽ മുടക്കിലാണ് വൈദേഹം റിസോർട്ട്. ആ റിസോർട്ട് ആരുടെയാണ്? നമ്മൾ അന്ന് കേട്ടത് ജയരാജന്റെ ഭാര്യയുടേതാണ്, ഭാര്യയുടെയും മകന്റെ. അതിന് ജയരാജൻ പറഞ്ഞ ന്യായീകരണം എന്താണ്? ഭാര്യ ജില്ലാ ബാങ്കിലെ മാനേജറാണ്, അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങളല്ല, അതെങ്ങനെയാ 35 കോടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും മറുപടിയില്ല. ഇനി ഇപ്പൊ വന്നിരിക്കുന്ന കഥ എന്താണ്? അത് കുറച്ചുകൂടി വളരെ ഗൗരവമായ കഥയാണ്. അതിനു മുമ്പൊരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ കാര്യം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച വന്നു. പരാതി കൊടുത്തതാരാ? P. ജയരാജനാണ്. അപ്പോ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്താണല്ലോ 35 കോടിയുടെ റിസോർട്ട്. അത് എവിടെയാ? മൊറാഴ ഗ്രാമത്തില്. പഴയ കമ്മ്യൂണിസ്റ്റ് ചരിത്രം വായിക്കുന്നവർക്കെല്ലാം അറിയാം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുന്നപ്പുറ വയലാറ് എന്നൊക്കെ പറയുന്ന ആ ശ്രേണിയിൽപ്പെട്ട ഒരു പേരാണല്ലോ മൊറാഴ. അവിടെ 12 ഏക്കർ സ്ഥലം അത് കുന്നിടിച്ച് നിരത്തി, ഒരാളും ചോദിക്കാനില്ല, ഒരു നിയമവും പാലിക്കാനില്ല, കുന്നിടിച്ച് നിരത്തി റിസോർട്ട് ഉണ്ടാക്കി. അവിടെ ആയുർവേദ ചികിത്സയോ എന്തു ആയിക്കൊള്ളട്ടെ, അതൊക്കെ അവരുടെ സ്വകാര്യമായ കാര്യങ്ങൾ. അപ്പോ ഇത്രയും വലിയൊരു ധനസമ്പാദനം നടത്തിയ ഒരാളെ കുറിച്ച് പാർട്ടിക്കകത്ത് പരാതി കൊടുക്കുന്നത് P. ജയരാജനാണ്. പക്ഷെ പരാതി ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞപ്പോ EP ജയരാജൻ പറഞ്ഞു, എന്റെ പേരിലുള്ള പരാതിയൊക്കെ ചർച്ച ചെയ്തു, കുഴപ്പമില്ല, പക്ഷെ ബാംഗ്ലൂരിലൊക്കെ 150 കോടിയുടെയും 300 കോടിയുടെയും ചില ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ട്, ഞാൻ അതും കൂടി അങ്ങ് പൊതുസമൂഹത്തിലേക്ക് പറയൂന്ന് പറഞ്ഞപ്പോ ചർച്ച അവിടെ അവസാനിച്ചു. എന്താ പറഞ്ഞ, ജനാർദ്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം കോംപ്ലിമെന്റ് ആയി. പക്ഷെ കോംപ്ലിമെന്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് പുതിയ കഥ പുറത്തേക്ക് വരുന്നത്. ആ കഥ മറ്റൊന്നുമല്ല, രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരത്ത് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പ്, ബിസിനസ് ഗ്രൂപ്പ് നിരാമായ എന്ന പേരിൽ ഇതുമായിട്ട് അഫിലിയേഷനായി. ഇപ്പൊ യഥാർത്ഥത്തിൽ EP ജയരാജന്റെ കമ്പനിയുടെ ഉടമ അത് രാജീവ് ചന്ദ്രശേഖറിന്റെ ബിസിനസ് ഗ്രൂപ്പാണ്. ഇവിടെ ഞാൻ ശ്രീ ഹസ്കറോട് ഒരു ചോദ്യം വിനീതമായിട്ട് ചോദിക്കും. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. ഞങ്ങളൊക്കെ ചടയൻകോവിന്ദിന്റെ കഥകൾ കേട്ട് നമുക്കൊക്കെ അതിനകത്ത് രോമാഞ്ചം തോന്നുന്നു. കാരണം എന്താ? പാർട്ടിയുടെ വണ്ടിയിൽ സ്വന്തം മകനെ കയറ്റിയപ്പോ അദ്ദേഹം പറഞ്ഞത്, ഇത് പാർട്ടി തന്നിരിക്കുന്ന വണ്ടിയാണ്, മകന് യാത്ര ചെയ്യാനുള്ളതല്ല, അതുകൊണ്ട് നീ നടന്നു പോരെ എന്ന് പറഞ്ഞ് സ്വന്തം മകനെ ഇറക്കി വിട്ട ചടയൻകോവിന്ദിന്റെ കഥകളൊക്കെ നിൽക്കുന്നു. അതൊക്കെ നാട്ടിൽ എല്ലാവരും കേൾക്കുന്നു. പക്ഷേ ഇവിടെ 150 കോടി 200 കോടിയുടെ ഒക്കെ സ്വത്തുക്കളുമായിട്ട് നേതാക്കന്മാർ വന്നതിന് ശേഷം നിങ്ങൾ ചടയൻകോവിന്ദിന്റെ പഴയ നിഷ്കളങ്ക ജീവിതവും അല്ലെങ്കിൽ ത്യാഗപൂർണമായ ജീവിതമൊന്നുമല്ല. ഇപ്പോ CPM-ന്റെ അകത്ത് നടക്കുന്ന ഒരു അപജയം. ഞാൻ ഇനി ഹസ്കറെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസം തകർന്നത് അതിനെല്ലാം ചരിത്രപരമായ ഒരു കാരണമുണ്ട്. ഇത് ഒരിടത്തും നിലനിൽക്കുന്ന ഒരു സിദ്ധാന്തവും ആശയമല്ല. 1948 ജോർജ് ഓർവെൽ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് 1984 48 അദ്ദേഹം പുസ്തകം എഴുതിയ പുസ്തകത്തിന്റെ പേര് 1984. അദ്ദേഹമാണ് ലോകത്ത് ആദ്യമായി പ്രവചിച്ചത് 84 കമ്മ്യൂണിസം ലോകത്തിൽ തകരും. പക്ഷെ 4 കൊല്ലം വൈകേണ്ടി വന്നു. 88 കമ്മ്യൂണിസത്തിന്റെ തകർച്ച. ഗ്ലാസ്നോസും പെരിസ്ട്രോയ്ക്കയും വന്ന് റഷ്യയിൽ നിന്ന് തുടങ്ങിയ ആ തകർച്ച അത് സമ്പൂർണമായി ബംഗാളിലായി, ത്രിപുരയിലായി, ഇപ്പൊ കേരളത്തിലേക്ക്. ഇത് കമ്മ്യൂണിസത്തിന്റെ തകർച്ചയുടെ തുടക്കമാണ് ഹസ്കറെ. അതിൻ്റെ അകത്ത് വേറെ ഒരു തർക്കവുമില്ല. ഞാൻ ചോദിക്കുന്നു, ഇനി CPM-ന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുമ്പോൾ, അതല്ല എങ്കിൽ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുമ്പോൾ EP ജയരാജനെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു ഒരു മീറ്റിംഗ് അവിടെ നടത്താൻ പറ്റുമോ? EP ജയരാജനെതിരെ നടപടി എടുക്കാതെ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമോ? EP ജയരാജനെ പോലെ ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു പൊട്ടിത്തെറി എന്ന് പറയുന്നത് അത് ചെറുതൊന്നുമല്ല. EP ജയരാജൻ നിങ്ങൾ പറയുന്ന ഗോവിന്ദ മാസ്റ്ററെ പോലെയല്ല, അതിലൊക്കെ എത്രയോ ത്യാഗം സഹിച്ച ആളാണ്. അദ്ദേഹം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ചണ്ഡീഗഡിൽ നിന്ന് മടങ്ങി വരുമ്പോൾ, എന്റെ ഓർമ്മ ശരിയാണ്, ചിരാല എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ, ഓങ്കോളും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആന്ധ്രയിൽ, അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ വെടിയുണ്ട ഇപ്പോഴും അദ്ദേഹത്തിന്റെ സുഷുപ്നയ്ക്ക് താഴെ കണ്ടിരിക്കുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം. ഞാൻ അതിനെക്കുറിച്ചല്ല പരാമർശം. ഞാൻ പറഞ്ഞത് അതുപോലെ ത്യാഗം സഹിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഇന്ന് വലിയ എന്താ പറഞ്ഞ ഈ സമ്പത്തിനുടമകളായിട്ടുള്ള, നിങ്ങളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവലിബറലിസം പേർന്ന മുതലാളി വർഗ ചങ്ങാത്തത്തിന്റെ ഭാഗമായി അദ്ദേഹം മാറി. ഇനി അദ്ദേഹത്തിന് അതിൽ നിന്ന് പിന്നോക്കം പോകാൻ കഴിയില്ല.
ആ പിന്നോക്കം പോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഈ നിരാമയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഈ ഇഷ്യൂസ്. ഇനി ഞാൻ വിനീതമായിട്ട് അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ജയരാജനെ പോലെ ഒരാള് പ്രകാശ് ജാവദേക്കറുമായിട്ടൊരു ചർച്ച നടത്തി എന്നുള്ള കാര്യം CPM-ന്റെ നേതൃത്വത്തിന് ഏതായാലും നിശ്ചയമായിട്ട് അറിയാവുന്നതാണോ? ഇനി അറിഞ്ഞില്ല എങ്കിലും ഇന്ന് അദ്ദേഹം അല്ലെങ്കിൽ ഇന്നലെ അദ്ദേഹം അത് പരസ്യമായി സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം ഞങ്ങളോട് പറയുന്നത് വർഗശത്രു, ഫാസിസം കടന്നു വരുന്നു, അത് പ്രകാശ് ജാവദേക്കറിലൂടെയാണ് കടന്നു വരുന്നത്, അല്ലെങ്കിൽ അമിത്ഷായിലൂടെയാണ് കടന്നു വരുന്നത് എന്ന് ഞങ്ങളോട് ഈ നാട് മുഴുവൻ പ്രചരിപ്പിച്ച് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് അവരുമായിട്ട് ചർച്ച നടത്തി ആ ചർച്ചയൊക്കെ ഒരു സൗഹൃദമാണ് അല്ലെങ്കിൽ കേവലം ഒരു കൂടിക്കാഴ്ചയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ തക്ക മൗഢ്യം കേരളത്തിലെ പൊതുസമൂഹത്തിനില്ല. ഞാൻ ഹസ്കറോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ബംഗാളിലെ കമ്മ്യൂണിസത്തിന്റെ തകർച്ച, ത്രിപുരയിലെ കമ്മ്യൂണിസത്തിന്റെ തകർച്ച, അതിന്റെ പിന്തുടർച്ച കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ തകർച്ച, ആ തകർച്ച 2024 ഈ സംഭവം അതിന്റെ തുടക്കമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇത് കമ്മ്യൂണിസത്തിന് സംഭവിച്ചിരിക്കുന്ന അപജയമാണ്. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എത്രയെത്ര ആക്ഷേപ, ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ നാളത്തെ BJP-കാരൻ, കോൺഗ്രസിന്റെ നേതാക്കളോ ഇല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട ആളുകളോ ഒക്കെ BJP പോയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞങ്ങൾ തർക്കിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നു കേരളത്തിൽ പ്രോമിനന്റ് ആയ ഒരു രാഷ്ട്രീയ നേതാവ്, കോൺഗ്രസ് നേതാവ്, ഇപ്പൊ അനിൽ ആന്റണി, AK ആന്റണിയുടെ മകൻ എന്ന പരിഗണനയാണ്. ഇപ്പോ എന്താ പറയുക, പത്മജ വേണുഗോപാൽ, ലീഡർഷിപ്പ് K കരുണാകരന്റെ മകൾ എന്ന ആ ലേബലിൽ വന്നയാളാണ്. അതല്ലാതെ സ്വന്തമായി പാർട്ടിയിൽ ബൂത്ത് കമ്മിറ്റിയിൽ നിന്ന് സിന്ദാബാദ് വിളിച്ച് മേൽവിലാസം ഉണ്ടാക്കി വന്ന നേതാക്കൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കാം. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു MLA-യോ MP-യോ മന്ത്രിയോ കോൺഗ്രസിൽ നിന്ന് BJP ചേർന്നിട്ടുണ്ടോ? ഞാനൊരു 4-5 ഉദാഹരണം അങ്ങോട്ട് പറയാം. കാഞ്ഞിരപ്പള്ളിയിൽ ചേർന്നിട്ടില്ല, പക്ഷെ കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട്. ഏതാ ചേർന്നിട്ടില്ല, പക്ഷെ കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട്. പലർക്കും താല്പര്യമുണ്ട്. അനിലെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഏതൊരാൾക്കും ഈ പ്രത്യയശാസ്ത്രവുമായിട്ട് ചേർന്ന് പോകാൻ മടിയാണെങ്കിൽ നിങ്ങൾ പുറത്തു പോകുമോ? ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. ഞങ്ങൾ മാഷാ അള്ളാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവയുമായിട്ട് വന്ന 51 വെട്ടും വെട്ടിയല്ല, അവന്റെ വീടും തകർക്കില്ല, അവർക്കൊക്കെ പോകാം. പോകുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും തടസ്സവും ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങളത് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ലേ. പക്ഷേ ഇവരുടെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ പുരപ്പുറത്ത് കയറി നിന്ന് ഈ വാചകങ്ങൾ അടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതും ഇടതുമുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ കൺവീനർ, പാർട്ടി ജനറൽ സെക്രട്ടറി കഴിഞ്ഞാൽ അടുത്ത പദവിയാണല്ലോ, അല്ലെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അടുത്ത പദവിയാണല്ലോ, അദ്ദേഹമാണല്ലോ ഇടതുമുന്നണിയുടെ ഡിസിഷൻ മേക്കിംഗ് ബോഡിയുടെ ഹെഡ്. അദ്ദേഹം BJP-യുമായിട്ട് ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയൊരു നാണക്കേട്, ഇതിൽ വലിയൊരു അപജയം CPM-ന് വരാനുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CPM ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ആ എന്താ പറഞ്ഞേ ആ കെണി, അതിൽ നിന്ന് ഈ പാർട്ടിക്ക് ഇനി നിങ്ങൾക്ക് മോചനമില്ല. ഇത് കമ്മ്യൂണിസത്തിന്റെ തകർച്ചയുടെ കേരളത്തിലെ തുടക്കമാണ് എന്ന് ഹസ്കറെ ഞാൻ 1ാം ഫേസിൽ ഈ ചർച്ചയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക.